ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല സിമ്പിളായിട്ട് നമുക്ക് രാവിലെയും രാത്രിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ദോശയുടെ റെസിപ്പി ആയിട്ടാ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ദോശ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 2-3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് കഴുകി വെച്ചതിന് ശേഷം വേണം നമ്മളിത് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു സവാളയുടെ പകുതി ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പോളം ചോറിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു രുചി കിട്ടും നമ്മുടെ ദോശക്ക്. അപ്പോൾ തേങ്ങ വെള്ളം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാ വെള്ളം ആയാലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനരക്കാൻ ആവശ്യമായിട്ടുള്ള സാധാ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. ഒരു കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ ദോശ മാവൊക്കെ അരച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഇതാ ഈ ഒരു രീതിക്ക് അരച്ചിട്ടെടുക്കുക. ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. നമ്മളിതിൽ തേങ്ങ വെള്ളമൊക്കെ വെച്ചെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടൊന്ന് ഇതിലേക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ദോശ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ദോശക്കല്ല് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് ദോശ മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ സാധാ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ആറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗീയോ ഓയിലോ വെളിച്ചെണ്ണയോ എന്താ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടി. നമ്മൾ തേങ്ങ വെള്ളമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അടിപൊളി ദോശയായിട്ട് ഇത്. ഇനി ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തിരിച്ചിട്ടിട്ട് കൂടുതൽ സമയമൊന്നും വെക്കണം. നമ്മളിത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അടിപൊളി ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് മറ്റു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.